ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ ഒരു കുഞ്ഞു 4 മണി വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചക്കയൊന്നുമില്ല കേട്ടോ. അപ്പം ആറ്റ് നോറ്റൊരു ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഈ വർഷം ചക്ക കിട്ടിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ആദ്യമായിട്ട് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ചക്ക. പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പം അയൽവക്കത്തുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു വീട്ടിൽ നിന്ന് തന്നെ ചക്കക്കൂട്ടാനൊക്കെ വെക്കാറുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും, ആരെങ്കിലും ഒരു വീട്ടിലുണ്ടായാൽ മതി, എല്ലാവർക്കും കിട്ടും. അങ്ങനെ എല്ലാവരും കൂടി ചക്കയൊക്കെ ഇട്ട് ഒരു വീട്ടിലിരുന്ന് എല്ലാവരും നന്നാക്കി ഒരുമിച്ചത് കൂട്ടാനൊക്കെ വെച്ച് ഒരുമിച്ചൊക്കെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. ആ കാലമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. ചക്ക മാത്രമല്ല കേട്ടോ, അതുപോലെ അവിലുണ്ടാക്കും. എല്ലാവരും ഒരുമിച്ച് കൂടി അവിലൊക്കെ ഉണ്ടാക്കി കഴിക്കും. അതൊക്കെ ഒരു കാലം, നല്ല രസമാണ് കേട്ടോ അതൊക്കെ ഓർക്കുമ്പം. ഇപ്പം അതൊക്കെ എന്താ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഇതൊരു ചക്ക ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതി അന്ന് കൊണ്ടുവന്ന് രാത്രി തന്നെ കഴിച്ചു കേട്ടോ. ബാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ട് 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, സിമ്പിളായിട്ടൊരു സ്നാക്ക്. തേങ്ങയും പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ചക്കച്ചോളൊക്കെ എടുക്കണം കേട്ടോ, ചൗണിയൊക്കെ കളഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചക്ക ഇങ്ങനെ എത്തെത്തായിട്ട് എടുക്കാൻ അറിയില്ല കേട്ടോ. ഇത് പഴുത്ത ചക്ക ആയതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടുന്നത്. പച്ചച്ചക്കയാണെങ്കിൽ ഇനിയും കൊണ്ട് കയ്യിലിട്ട് എന്നാലും ഞാൻ എടുക്കും. ഇമ്മ ഉണ്ടെങ്കിൽ ഇമ്മയാണ് കേട്ടോ എടുക്കാറ്. ഇമ്മ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കച്ചോളയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് ഉണ്ടാക്കുന്നതിനിടയിൽ കഴിച്ച് ബാക്കി ഇനി ഉണ്ടാകുമോ അറിയില്ല കേട്ടോ. നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ ലിയക്കുട്ടി ഉറങ്ങുന്നുണ്ട്. ലിച്ചൂസും ലൂലൊക്കെ അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ കളിക്കുകയാണ്. ഞാൻ ഈ ചക്കക്കുരുകളൊന്നും കളിയില്ല കേട്ടോ. ഇത് നമുക്ക് കറി ഉണ്ടാക്കാം. ചക്കക്കുരു മുരിങ്ങിയിട്ട് വെക്കാം, അതുപോലെ ചക്കക്കുരും മാങ്ങയിട്ട് വെക്കാം കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ നല്ല രസക്കാരും. അതുമല്ല ഈ ചക്കക്കുരു നല്ല വലിപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നന്നാക്കാനും സുഖക്കാരം. ചക്കക്കുരുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, പണ്ട് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ നല്ലോണം ചക്കയൊക്കെ ഉള്ളൊരു ടൈമിലൊക്കെ ഇമ്മ ഈ ചക്കക്കുരു ഒക്കെ പുഴുങ്ങി വെക്കും കേട്ടോ. അപ്പോൾ ചക്കക്കുരു പുഴുങ്ങിയതും ചായയൊക്കെ കുടിക്കലുണ്ട് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ. അത് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചക്കച്ചോളയൊക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇഡ്ഡലി പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആ കുഞ്ഞ് ഓട്ടപാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചക്കച്ചോള ഇട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ മതി. ആ ഒരു ടൈം കൊണ്ട് ഞാൻ തേങ്ങ പെട്ടെന്ന് തന്നെ പൊളിച്ചെടുത്തു. ഇനി ഇത് ചിരകാനൊന്നും നിൽക്കില്ല കേട്ടോ. ചിരകാനൊക്കെ ചെറിയൊരു മടിയാണ്, താഴെ ഇരുന്ന് ചിരകണം, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, തേങ്ങ നമ്മുടെ ചിരട്ടയിൽ നിന്ന് പൂണ്ടെടുക്കും. എന്നിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ചെറിയ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ കറക്കാം. അപ്പം തേങ്ങ ചിരകിയതുപോലെ കിട്ടും കേട്ടോ. അങ്ങനെ ചിരകി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചക്കച്ചോളയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ഏലക്കായും കൂടെ കുത്തിയിടുന്നുണ്ട്. ഇനി ആ ഒരു പാത്രത്തിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കാം കേട്ടോ. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് ചക്ക വേണം കേട്ടോ. ഇത് വെച്ചപ്പോഴേക്കും ആവി കൊണ്ടപ്പോഴേക്കും തന്നെ ഇതൊക്കെ എന്താ പറയുക കുഴഞ്ഞു പോയിട്ടുണ്ട്. ഉണ്ടാക്കി വന്നപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് വേണം എല്ലാവർക്കും ഓരിയൊക്കെ വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഞാനും മക്കളും 4 മണി ചായയും നമ്മുടെ ചക്ക പുഴുങ്ങിയത്, പഴുത്ത ചക്ക പുഴുങ്ങിയതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ലിയക്കുട്ടി ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, ചുണ്ടുമ്മക്ക് ഏറിട്ടിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മതിയായിട്ടില്ലായിരുന്നു, ഇനിയും കിട്ടിയാൽ കഴിക്കാമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അത്രയേ ഉള്ളൂ, ഇനിയില്ല. ഇനി ഇൻഷാ അല്ലാഹ് കിട്ടുമ്പോൾ ഇതുപോലെ വെക്കണം. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ തരുന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്